പരിപാടിയുടെ നെക്സ്റ്റ് സെഗ്മെന്റ് ഫാമിലി കാർണിവൽ ആണ്. ഫാമിലി കാർണിവലിൽ നമ്മളെ സന്തോഷിപ്പിക്കുവാനായി എത്തുന്നു ആശയും സാവിത്രിയമ്മയും ഫ്രം ട്രിവാൻഡ്രം. അന്ന് കണ്ട സാവിത്രിയമ്മയാണോ ഇത്? സ്മാർട്ട് സാവിത്രിയമ്മ അല്ലേ? ആശ, ഇന്ന് എന്താണ് വിഭവം? ഒരു ഇതാണ്, സ്കിറ്റാണ്. ഒരു സ്കിറ്റാണ്. എന്തൊക്കെയാണ്, ആരൊക്കെയാണ് പെർഫോം ചെയ്യുന്നത്? ചേട്ടത്തിയും ചേട്ടനുമാണ്. ചേട്ടത്തിയും ചേട്ടൻ, നിങ്ങൾ 4 പേര് മാത്രമുള്ള ഒരു അമ്മയും അമ്മയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവരെ സ്കിറ്റ് കണ്ടിട്ട് തിരിച്ചു വരാം. ഹലോ എടി രാജമ്മ, നീ കഴിഞ്ഞ ആഴ്ച കമ്മിറ്റിക്ക് ലേറ്റ് ആയില്ലേടി വന്നത്? എടി അടുത്ത ആഴ്ചയെങ്കിലും നേരത്തെ വന്ന കേട്ടോ. കോഴി ബാ 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 ബാ, കുടുംബശ്രീയിലെ കോഴി ബാ 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 ബാ, കുടുംബശ്രീയിലെ കോഴി ബാ ബാ ബാ. ഓ എടി, ജനശ്രീയിലെ വാഴയ്ക്ക് ഞാൻ ഇതുവരെ വെള്ളം ഒഴിച്ചിട്ടില്ല, അറിയൂ? ഓ, നിന്റെ ജനശ്രീയിലെ വാഴ നീ എത്ര വെള്ളം ഒഴിച്ചാലും അത് കുലക്കത്തില്ലടി. നീ കൊറേ നാളുകൊണ്ട് കുടുംബശ്രീയിലെ കോഴിക്ക് തീറ്റ വാരി ഇടുന്നല്ല, ഇന്ന് വരെ അത് ഏതെങ്കിലും ഒരെണ്ണം ഒരു മുട്ട തന്നോ? എന്റെ കോഴിയെല്ലാം പൂവൻകോഴിയായത് എന്റെ കുഴപ്പം കൊണ്ടാണോ? പടക്കോഴിയെ തിരക്കി പിടിക്കാത്തത്. ഓ, കോഴിയും കൊള്ളാം, വാഴയും കൊള്ളാം. ഇന്ന് കറണ്ട് ബില്ലടച്ചില്ല, ഇന്ന് ഫീസ് ഒരുക്കൊണ്ടോ? എനിക്ക് എത്ര തിരക്കാം. ഓക്കെ, നീ എന്ന് കുടുംബശ്രീയിൽ കാലെടുത്ത് വെച്ചോ അന്ന് അതിന്റെ കഷ്ടകാലം തുടങ്ങി. ജനശ്രീ ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ. നീയല്ലേ പ്രസിഡന്റ്, അതൊരു വഴിയായിക്കോളും. ഞങ്ങളെ കുടുംബശ്രീയെ പറ്റിയേ നീ കുറ്റം പറയുന്നത് വേണ്ട, അത് കണ്ടു പഠിക്കണം. തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായിട്ട് കൊണ്ടുവന്നതേ ഞങ്ങളെ കുടുംബശ്രീയാണ്. എത്ര സ്ത്രീകൾക്കാണ് ജോലി കിട്ടിയെന്നറിയോ? കിട്ടി, ഒരുപാട് സ്ത്രീകൾക്ക് ജോലി കിട്ടി. വീട്ടിലെ ആണുങ്ങൾക്ക് പണിയും കിട്ടി. അതെങ്ങനെയെന്നാ? വീട്ടിലെ ആണുങ്ങൾക്ക് വല്ലതും വച്ച് വിളമ്പി കൊടുക്കാൻ നേരത്തെ അവളുമാര് ഒരുങ്ങിക്കെട്ടി അങ്ങ് നടക്കുവല്ലേ. നിങ്ങളെ പലഹാരങ്ങളെ കാര്യമൊന്നേ ഞങ്ങളോട് പറയണ്ട. എന്താടി, ഞാൻ എല്ലാ പലഹാരങ്ങളും, ഞങ്ങൾ വീട്ടിലിരുന്ന ജനശ്രീക്കാര് എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നത്. നിന്നെയൊക്കെ കൊണ്ട് പറ്റൂ? ജനശ്രീയിലെ പലഹാരം കഴിച്ച് എത്ര ആൾക്കാരാണ് മെഡിക്കൽ കോളേജിൽ കൊളസ്ട്രോൾ പിടിച്ച് കിടക്കുന്നറിയാം. ജീവിച്ച്. പിന്നെ ഞങ്ങളെ കുടുംബശ്രീ ഉണ്ടല്ലോ, എത്ര വീടുകൾക്കാണ് പുകയില്ലാത്ത അടുപ്പും കക്കൂസും കൊടുത്തില്ലേടി? പുകയില്ലാത്ത അടുപ്പാണെങ്കിൽ പിന്നെ എന്തിനാടി കക്കൂസ്? ഞാൻ ജനശ്രീയുടെ പ്രസിഡന്റായി ഈ വാർഡിൽ വന്നതിന് ശേഷം 2 പാവപ്പെട്ട പിള്ളേരെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് നിനക്കറിയാവോടി? അത് നിന്റെ ഭർത്താവിന് 2 അനിയത്തിമാരല്ലേടി? അവന്മാര് 2 ഈ പഞ്ചായത്തിലുള്ളതല്ലേടി? പ്രസംഗം നീ പ്രസംഗിക്കാൻ പോകുന്നെന്ന് പറയുന്ന കേട്ടല്ലോ. ഞാൻ അടുത്ത മാസം നടക്കാൻ പോകുന്ന കമ്മിറ്റിയിൽ ഞാൻ ആ സമ്മേളനത്തിൽ ഞാൻ പാട്ട് പാടാൻ പോവുകയാണ്. പാടും കുറെ. എന്തടി ഞാൻ പാടിയ കുഴപ്പം? പാടിയെന്ന് വേണമെങ്കിൽ 2 വരി ഞാൻ പാടി കേൾപ്പിക്കാം. കേൾക്കടി അങ്ങോട്ട്, പാടടി. ജനശ്രീയിലെ പെണ്ണുങ്ങൾ അച്ചപ്പം പോരിക്കുമ്പോൾ മുറുക്കും കൊണ്ടോടിവാ ശാന്തേവാ. എന്ത് ഞാൻ അവിടെ ചെയ്യാൻ പോണ എന്താണെന്ന് അറിയാമോ? അധ്യക്ഷ പ്രസംഗം ഞാനാണ്, അറിയോ? എനിക്ക് പ്രസംഗിച്ചാ മതി. ഞാൻ പ്രസംഗിക്കുന്ന ഒരു സാമ്പിൾ പഠിക്കട്ടെ, നീ കേട്ടോടി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കുട്ടപ്പൻ ചേട്ടൻ, സെക്രട്ടറി നമ്മുടെ വടക്കേല രാധേക്കൻ, നമ്മുടെ എല്ലാമായ മോഹനണ്ണൻ, പിന്നെ നമുക്ക് സമ്മാനനാടം നടത്താൻ വരുന്നത് ആരാണെന്നറിയോ? ഞങ്ങളുടെ സിനിമയിലെയും ടിവിയിലെയും പ്രശസ്തയായ സിനിമാ നടി ആരാണെന്നറിയോടി വരുന്നത്? സിനിമാ നടിയെ നീ വിളിച്ചാലേ ഞങ്ങള് സിനിമാ നടിയെ തന്നെ അടി വിളിക്കാൻ പോകുന്നു. നീ വിളിച്ചാൽ വരാൻ പോണേ സിനിമാ നടി. അടി വരാൻ പോണേ. ഞങ്ങളുടെ ജനശ്രീയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നടികളുണ്ടടി. പ്രശസ്തയായ സീരിയലും സിനിമയിലും അഭിനയിച്ച നടികൾ ഇപ്പം കാണണോ? ഞാൻ ഇപ്പൊ പോടി. ഞാനിപ്പോ പോടി. നീ ഞാൻ കാണിച്ചു തരാടി. കണ്ടോടി, ഞാൻ വിളിച്ചാലും വരുമോ ഇല്ലെന്ന് എനിക്കറിയണം. മല്ലിക ചേച്ചി, ഞാൻ കുടുംബശ്രീന്ന് വരികയാണ്. നമസ്കാരം സുകുമാരമ്മ. ഞങ്ങള് ജനശ്രീയുടെ പ്രസിഡന്റാണ്. അമ്മയെ ഒരു സമ്മാനദാന ചടങ്ങിന് ക്ഷണിക്കാൻ വന്നതാണ്. അമ്മയ്ക്ക് എന്നാണ് ഡേറ്റ് ഉള്ളതെന്ന് അറിയിച്ചാ ആ ദിവസം നോക്കി ഞങ്ങൾ അറേഞ്ച് ചെയ്യാൻ പരിപാടി. മല്ലിക ചേച്ചി അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്ക്. മല്ലിക ചേച്ചി, കുടുംബശ്രീയുടെ പ്രസിഡന്റാണ് ഞാൻ. ഞങ്ങള് പൃഥ്വിരാജിന്റെ ഫാൻസ് അസോസിയേഷനൊക്കെ ഞങ്ങൾക്കുണ്ട്. മല്ലിക ചേച്ചി വരണം. മല്ലിക ചേച്ചിക്ക് എന്നാണ് സൗകര്യം എന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളത് അറേഞ്ച് ചെയ്യാം.
അപ്പൊ ശരി, വിളിക്കുമല്ലോ. സുകുമാരിയമ്മ, ഞങ്ങളുടെ വാർഡിലെ എല്ലാവർക്കും അമ്മയുടെ ആരാധകരാണ് എല്ലാവരും. എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ അച്ചപ്പമാ. എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഞങ്ങളുടെ സ്വന്തം തോട്ടത്തിലെ ഗോതമ്പ് മാവാണിത്. ഞങ്ങളുടെ വാർഡിലെ എല്ലാവരും ഉണ്ടാക്കിയ ഉണ്ണിയപ്പം. ഇത് ഞാൻ സ്വന്തം വറുത്ത് പൊടിച്ചുണ്ടാക്കിയ മാവ്, അരിമാവ്. ഇത് അച്ചപ്പമ്മ. അമ്മയ്ക്ക് എപ്പോഴാ സൗകര്യം എന്ന് വെച്ചാ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് പറയണം. അപ്പൊ മല്ലിക ചേച്ചി എന്ത് പറയുന്നത്? വരല്ലേ? മല്ലിക ചേച്ചിക്ക് കുടുംബവും വേണം, ജനവും വേണം. ശരി എന്നാ ചേച്ചി, സമയമായല്ലോടി. അയ്യോ, ഇപ്പൊ പവർ കട്ട് സമയമല്ലല്ലോടി. കൂടി ഞാൻ കറണ്ട് ബില്ല് അടച്ചില്ലടി ചേച്ചി. അയ്യോ, അടിയുടെ പൂരാണടി ഇന്ന്. അവൻ വന്നെന്ന് തോന്നുന്നു. നേരത്തെ വന്നോടാ? നേരത്തെ വന്നാ? രാവിലെ പറഞ്ഞല്ലേ കറണ്ടിന് പൈസ അടയ്ക്കണം. ഞാൻ കുടുംബശ്രീയുടെ. നിന്റെയൊക്കെ കുടുംബശ്രീ. നിങ്ങൾ നേരെ ജഡ്ജസിന്റെ അടുത്തേക്കൊക്കെ പോയതല്ലേ, അപ്പൊ ജഡ്ജസിനോട് തന്നെ ഇവരെ പറ്റിയിട്ടുള്ള അഭിപ്രായം നമുക്ക് ചോദിക്കാം. സുമാരിയമ്മ, നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. താങ്ക് യു. രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചു. താങ്ക് യു. മല്ലിക മാം, ജനശ്രീയും കുടുംബശ്രീയും ആ ഒരു സബ്ജക്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവർ രണ്ടുപേരും അസലായിട്ട് അഭിനയിച്ചു. നല്ല ഒരു സന്ദേശം, നന്നായിരുന്നു. അവസാനം ചേച്ചി പറഞ്ഞ പോലെ സഹോദരൻ വന്ന് പറഞ്ഞതിന് കുറച്ചൊരു ക്ലാരിറ്റി കൊടുക്കാമായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ രാവിലെ പൈസ തന്നു, കണ്ടില്ലേ കുടുംബത്തിൽ ചുമ്മാ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ഇതൊക്കെ ഒന്ന് ഓർമ്മിച്ചും കണ്ടു എടുത്തെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത്. അത് കുറച്ചും കൂടി ക്ലിയർ ആക്കാമായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഡയലോഗ് കൊടുക്കാതിരുന്നത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയും കൂടെ ഇതിനിടയ്ക്ക് എന്ത് പറയാനാ? ഇത് ഇവരുടെ ഒരു ഷോയാണ്, ജനശ്രീ കുടുംബശ്രീ. അതിനിടയ്ക്ക് അമ്മ എന്ത് പറയാൻ, പാവം വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. പൊന്നൊരുക്കുന്നിടത്ത് കാര്യമല്ലേ അമ്മ? എന്തായാലും നിങ്ങളെ ഞാൻ ഇങ്ങനെ ഒരു സബ്ജക്ട് എടുത്ത് ഇത്ര കഷ്ടപ്പെട്ട് ഒന്നും നല്ല രസമായിട്ട് രണ്ടുപേരും അഭിനയിച്ച് ഫലിപ്പിക്കാനും സാധിച്ചു. കൺഗ്രാറ്റുലേഷൻസ്. നമുക്കിനി ലതാ മാമിന്റെ അഭിപ്രായത്തിലേക്ക് പോവാം. നല്ല അഭിനയമായിരുന്നു, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ കറണ്ട് ബില്ല് അടയ്ക്കാത്തതിന് ഭാര്യ അടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നിന്റെയൊക്കെ കുടുംബശ്രീ പറഞ്ഞാ മതിയായിരുന്നു. ഓക്കെ, നമുക്ക് ഇവരുടെ മാർക്സ് അറിയാം. സുകുമാരിയമ്മ, ഔട്ട് ഓഫ് 40? ഔട്ട് ഓഫ് 40, 30. ഓക്കെ, ഔട്ട് ഓഫ് 40, 30 മാർക്സ്. ആൻഡ് മല്ലിക മാം 35. 35 മാർക്ക്. 65 മാർക്കായി. ഇനി ഡോക്ടറിന്റെ മാർക്ക് അറിയാം നമുക്ക്. 15. ഞാനിവിടെ നിന്ന് കൂട്ടുമായിരുന്നു വേഗം എത്രയായി എന്ന് പറയാനായിട്ട്. 100-ൽ 80 മാർക്കാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. ഫാമിലി കാർണിവൽ റൗണ്ടിൽ ഒട്ടും മോശമല്ലാത്ത മാർക്കാണ്. രണ്ട് ജനശ്രീയും കുടുംബശ്രീയും കൂടി ഇത്രയൊക്കെ നേടിയെടുത്തില്ലേ. ഞാനിപ്പോ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ചുമതലാപൂർണമായ ഒരു ജീവിതം എപ്പോഴും കെട്ടിപ്പടുക്കുവാൻ സ്ത്രീക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിൽ നിന്ന് എല്ലാം ഒഴിഞ്ഞിട്ട് എനിക്ക് പുറത്തുള്ള കാര്യങ്ങൾ മതി എന്ന് പറഞ്ഞു പോകുന്നതിനോട് ഞങ്ങൾക്ക് ആർക്കും യോജിപ്പില്ല. ഇങ്ങനെയൊക്കെ നടക്കുന്ന കുറച്ചു പേർക്കെങ്കിലും ഇതിൽ നിന്ന് ഒരു ചെറിയ പാഠം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിഞ്ഞു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു.